സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ നാടകീയ നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. എറണാകുളം സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ MLAയും നടനുമായ മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നടന്മാരായ ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. 11 മണിക്കൂറോളം നീണ്ട വിശദമായ മൊഴിയെടുപ്പിന് ശേഷമാണ് പോലീസ് കേസെടുത്തത്. മുകേഷിനെതിരായ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം മുകേഷിന് ആശ്വാസമായി 5 ദിവസത്തേക്ക് കോടതി അറസ്റ്റ് തടഞ്ഞു. മലയാള സിനിമയിലെ 4 പ്രമുഖ നടന്മാരുൾപ്പെടെ 7 പേർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ആദ്യഘട്ടമെന്നോണം 7 പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടൻ മുകേഷിനെതിരെയുള്ള കേസ് മരട് പോലീസ് സ്റ്റേഷനിലും, ഇടവേള ബാബുവിനെതിരായിട്ടുള്ള കേസ് നോർത്ത് പോലീസ് സ്റ്റേഷനിലും, മണിയൻ പിള്ള രാജുവിനെതിരായിട്ടുള്ള കേസ് ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിലുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിളിനെതിരെയും വിച്ചുവിനെതിരെയും പാലാരിവട്ടത്തും നെടുമ്പാശ്ശേരിയിലുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരനെതിരെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഓരോ സ്റ്റേഷനുകളിലും കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണ സംഘം ഓരോ പരാതിക്കാരുടെയും വീട്ടിലെത്തി അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനമെന്ന് ഉറപ്പിക്കുകയും അതിനുശേഷം അവരിൽ നിന്നും കൃത്യമായി മൊഴിയെടുക്കുകയും തെളിവുകളടക്കം ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ 7 പേർക്കെതിരെ പരാതി ഉന്നയിച്ച നടിയുടെ വീട്ടിലെത്തി അന്വേഷണ സംഘം വിശദമായിട്ടുള്ള മൊഴികൾ ശേഖരിച്ചു. പെർഫെക്റ്റ് ആളല്ല, നല്ല മനുഷ്യനല്ല, മുഖംമൂടിക്കാരനാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ട് പിന്നെ സ്വയം അവിടെ നിൽക്കുന്നതല്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടമല്ല. ഇത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആരാണ് ഇവരുടെ പാർട്ടി തന്നെ തീരുമാനിക്കണം ഇങ്ങനെ ഒരു മുഖംമൂടിനെ അവർക്ക് ആവശ്യമുണ്ടോ എന്ന്. തീർച്ചയായിട്ടും വിട്ടു നിൽക്കണം. ഇത്രയും വർഷം നല്ല ദാണ്ഡവ നൃത്തം ആടിയില്ല അവര്. ഇനി അതൊക്കെ ഒന്ന് അഴിച്ചു വെക്കട്ടെ. ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് പണം തെറ്റാനാണെന്നുള്ളത് നമുക്കറിയാമല്ലോ എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം മണിയൻ പിള്ള രാജുവിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ ഇടവേള ബാബുവോ ജയസൂര്യയോ ഈ വിഷയത്തിൽ കൃത്യമായുള്ള ഒരു പ്രതികരണം തരാൻ തയ്യാറായില്ല. നോബിളും വിച്ചുവും സമാനമായ രീതിയിൽ ഇതുവരേക്കും മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരികയോ ഒരു പരാതിയുമായിട്ടോ അല്ലെങ്കിൽ ഒരു വിശദീകരണമായിട്ടോ മുന്നോട്ട് വന്നിട്ടുമില്ല. ആരോപണം ഉന്നയിച്ച നടി അവർ വർഷങ്ങളായി താനും തന്റെ കുടുംബവുമായി പരിചയമുള്ളവരാണ്. തങ്ങൾ മുമ്പ് ഒരേ ഫ്ളാറ്റിൽ അയൽവാസികളായി താമസിച്ചിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് തന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതെന്നൊരു വിശദീകരണമാണ് ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വിശദമായ മൊഴിയെടുക്കലിന് ശേഷം മാധ്യമങ്ങളെ കണ്ട നടി വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു പെരുമാറിയത്. ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്നും നടി ന്യൂസ് 18നോട് വ്യക്തമാക്കി. സർക്കാരിനും SITക്കും മീഡിയയ്ക്കും ഹേമ കമ്മിറ്റിക്കും എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്ക് നീതി കിട്ടി, എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാനും അതുപോലെ SIT DIG മാഡും SP പൂങ്കുരുളി മാഡും ഒക്കെ വളരെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഇരുന്ന് ക്ഷമയോടെ നമ്മളെ കേൾക്കാനും അതെല്ലാം സത്യസന്ധമായിട്ട് അവർക്ക് അതിനുള്ള ഒരു നടപടി എടുക്കാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിനെനിക്ക് എല്ലാവരോടും ഈ നന്ദി പറയാണ്. എന്നാലും മുകേഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്. അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് 3-ാം തീയതി വരെയാണ് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയും ഇത് ഫയലിൽ സ്വീകരിച്ച സെഷൻസ് കോടതി വിശദമായ വാദത്തിന് വേണ്ടിയിട്ട് 3-ാം തീയതി മാറ്റിവെച്ചിരിക്കുകയാണ്. അതുവരെ, അതായത് 5 ദിവസം വരെ മുകേഷിന്റെ അറസ്റ്റ് പാടില്ല എന്നുകൂടി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. മുകേഷിനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത കൂടിയാണ്. പക്ഷേ വിശദമായിട്ടുള്ള വാദം കേട്ടതിന് ശേഷം മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയാൽ പിന്നീട് മുകേഷിനെ സംബന്ധിച്ച് അറസ്റ്റിലേക്ക് വരെ പോകാൻ അന്വേഷണ സംഘം എന്തായാലും കടക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്.